ബീഹാറിൽ കോൺഗ്രസ് ജയിച്ചാൽ നരേന്ദ്രമോദിയുടെ സർക്കാർ താഴെ പോകും. ബീഹാറിൽ ഈ കോൺഗ്രസിന്റെ പ്ലാൻ എന്താണ്? കോൺഗ്രസ് പരാജയപ്പെട്ട സമയങ്ങളിലെല്ലാം ഞങ്ങൾ തിരിച്ചു വന്നത് ബീഹാറിൽ നിന്നാണ്. ഇന്ദിരാഗാന്ധി തോറ്റു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അപ്പാടെ എല്ലായിടത്തും തോറ്റു എന്ന് വേണം ചിന്തിക്കാൻ. ആനപ്പുറത്തേറിയാണ് ഇന്ദിരാഗാന്ധി ബലൂച്ചിയിലെത്തുന്നത്. അവിടെ നിന്നാണ് കോൺഗ്രസ് മടങ്ങി വന്നത്. BJP സാധാരണ ചെയ്തുകൊണ്ടിരുന്ന പണി ഇനി ബീഹാറിൽ നടക്കില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ വരെ തയ്യാറാവുന്ന കണക്കിനുള്ള നേതാക്കന്മാരെയാണ് ഇത്തവണ ഞങ്ങൾ മത്സരിപ്പിക്കുക. രക്തസാക്ഷിത്വം ആ കുടുംബത്തിന്റെ ബ്രാൻഡ് മാർക്കാണ്. ഇപ്പോ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ബീഹാറിൽ ഇനി കോൺഗ്രസിന്റെ പ്ലാൻ എന്താണ്? അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ബീഹാർ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ പോരാട്ടമാണ്. നമുക്കൊരു ചെറിയ സംസ്ഥാനമാണ് ബീഹാർ എന്ന് തോന്നുമെങ്കിൽ ബീഹാറിലെ രാഷ്ട്രീയം അത് എല്ലാ കാലത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പരാജയപ്പെട്ട സമയങ്ങളിലെല്ലാം ഞങ്ങൾ തിരിച്ചു വന്നത് ബീഹാറിൽ നിന്നാണ്. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ബലൂച്ചി എന്ന് പറയുന്ന സ്ഥലം, ബലൂച്ചി മൂവ്മെന്റ് എന്ന് പറയുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ തോറ്റുപോകുന്നു. 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തന്നെ തോറ്റുപോയ തെരഞ്ഞെടുപ്പാണ്. ഇന്ദിരാഗാന്ധി തോറ്റു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അപ്പാടെ എല്ലായിടത്തും തോറ്റു എന്ന് വേണം ചിന്തിക്കാൻ. അപ്പൊ ഇന്ദിര തോറ്റു, ഇനി കോൺഗ്രസ് ഇല്ല എന്ന് പറഞ്ഞ സമയത്താണ് ബീഹാറിലെ ബലൂച്ചി ഒരു ജാതിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാവുകയും ഉന്നത കുതിരയിലെ ജാഥർ അവിടുത്തെ ചില താഴ്ന്ന ജാതിക്കാരുടെ വീട് തീ വെച്ച് കത്തിക്കുകയും ചെയ്തു. അപ്പോൾ ആ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ബീഹാർ PCC പ്രസിഡന്റിന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കോൾ വരികയാണ്, ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അവിടെ എത്തുന്ന ശ്രീമതി ഗാന്ധി ആദ്യം നടന്നു പോകാൻ ശ്രമിക്കുന്നു, പിന്നീട് വണ്ടിയിൽ പോകാൻ ശ്രമിക്കുന്നു. മഴയും വലിയ പ്രശ്നങ്ങളും, കാടിനുള്ളിലേക്കാണ് പോകുന്നത് ബലൂച്ചിയിലേക്ക് എത്തണമെങ്കിൽ. അങ്ങനെ ലാസ്റ്റ് ആനപ്പുറത്തേറിയാണ് ഇന്ദിരാഗാന്ധി ബലൂച്ചിയിൽ എത്തുന്നത്. അവിടെ നിന്നാണ് കോൺഗ്രസ് മടങ്ങി വന്നതെന്നാണ് ഞങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. അതായത് അവിടെ ജനത്തിനോടൊപ്പം ഇറങ്ങി നിൽക്കാൻ തീരുമാനിച്ച ഇന്ദിരാഗാന്ധി 77 തെരഞ്ഞെടുപ്പിന് ശേഷം 2 വർഷം കഴിയുമ്പോൾ വീണ്ടും അധികാരം പിടിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് ഇന്ദിരാഗാന്ധി ജയിച്ചു, ഏതാണ്ട് 300-ലേറെ സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ച് തിരിച്ചധികാരം പിടിച്ചു. അപ്പൊ ബീഹാറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ശ്രീ രാജീവ് ഗാന്ധിയുടെ പോലും തെരഞ്ഞെടുപ്പിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ബീഹാർ. അപ്പോൾ ബീഹാറിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബീഹാറിൽ കോൺഗ്രസ് ജയിച്ചാൽ ഈ സർക്കാർ താഴെ പോകും, നരേന്ദ്രമോദിയുടെ സർക്കാർ താഴെ പോകുമെന്ന പ്രതീക്ഷയാണ് ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് എന്ന നിലയിൽ എനിക്കുള്ളത്. അപ്പോൾ ചിലപ്പോൾ അങ്ങ് ചോദിച്ചേക്കാം, ബീഹാറിൽ എത്ര MP മാറുണ്ട്, എത്ര MP മാർ മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പിടിച്ചാൽ, അവിടെ MP മാരിലേക്കുള്ള തെരഞ്ഞെടുപ്പുമല്ല, സംസ്ഥാന തെരഞ്ഞെടുപ്പാണ്, പിടിച്ചാൽ എങ്ങനെയാണ് സർക്കാർ താഴെ പോകുന്നത്? നോക്കൂ, അവിടെ നിതീഷ് കുമാറാണ് അവിടുത്തെ ഒന്നാമത്തെ നേതാവ്. എല്ലാ കാലത്തും നിതീഷ് കുമാറിനെയും ലല്ലു പ്രസാദ് യാദവിനെയും ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയമാണ് അവിടെ ഉള്ളത്. കോൺഗ്രസ് അവിടെ 2ാമത്തെ പാർട്ടി അല്ലെങ്കിൽ 3ാമത്തെ പാർട്ടിയാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അപ്പോ ശ്രീ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ബീഹാർ തോറ്റാൽ നിതീഷ് കുമാറിനെ എവിടെയാണ് BJPക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക? BJPക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ നിതീഷിനെ ഉപപ്രധാനമന്ത്രിയാക്കി കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഉപപ്രധാനമന്ത്രിയാക്കിയാൽ BJPയുടെ കൺട്രോൾ ഈ സർക്കാരിനുള്ളത് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ ആ സർക്കാർ തന്നെ തമ്മിലടിച്ച് താഴെ പോകുമെന്നതിൽ സംശയം വേണ്ട. ഇനി അല്ല, നിതീഷിനെ അക്കോമഡേറ്റ് ചെയ്യാൻ BJP തയ്യാറാവുന്നില്ല എന്നിരിക്കട്ടെ. നിതീഷ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 6 തവണ മുന്നണി മാറിയ ആളാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ, അധികാരമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേന്ദ്രത്തിലെ സർക്കാരിനെ വലിച്ചു താഴെയിട്ടിട്ടാണെങ്കിലും അധികാരം പിടിക്കാനുള്ള ശ്രമമായിരിക്കും അദ്ദേഹം നടത്തുക. അപ്പോൾ ബീഹാർ ഞങ്ങളാണ് ജയിക്കുന്നത്. ഞങ്ങളെന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ല, അവിടെ തേജസ്വി യാദവ് അടക്കമുള്ളവരുണ്ട്. അപ്പോൾ ഞങ്ങളാണ് ബീഹാറിൽ ജയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ നിതീഷിന്റെ സീറ്റുമായി ബന്ധപ്പെട്ട്, നിതീഷിന്റെ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാവും. ആ പ്രതിസന്ധി ഈ സർക്കാരിന്റെ ഉള്ളിലെ വലിയ പ്രതിസന്ധിയാവും. അങ്ങനെ ഈ സർക്കാർ താഴെ പോകും. ഇപ്പോ സർക്കാർ താഴെ പോകുമെന്ന് പറഞ്ഞല്ലോ, സ്വാഭാവികമായും അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി മോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാർ എല്ലാവരും തന്നെയും കിണഞ്ഞു പരിശ്രമിക്കുമെന്നുള്ളതും ഉറപ്പല്ലേ? അങ്ങനെയെങ്കിൽ അവര് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലല്ലോ. തീർച്ചയായും. അതുകൊണ്ടാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ വോട്ട് ചോരി ആരോപണം ഞങ്ങൾ കൊണ്ടുവരുന്നത്. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് ഇൻഫർമേഷനുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വോട്ട് ചോരി ബീഹാറിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന കൃത്യമായ അജണ്ട ഞങ്ങൾക്കുണ്ട്. വോട്ട് ചോരി നടത്തി മാത്രം, വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കള്ളവോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമാകുന്ന വോട്ടുകൾ, അത് മുസ്ലിം വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ, താഴ്ന്ന ആദിവാസിയുടെ വോട്ടുകൾ, SC കാരുടെ വോട്ട്, ഇങ്ങനെയുള്ള വോട്ടുകൾ, ആ വോട്ടുകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ. ആ സംവിധാനം ഇവിടെയും ചെയ്യാൻ ശ്രമിക്കും എന്നതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്. ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ, അവിടുത്തെ ഈ പറയുന്ന ലല്ലു പ്രസാദിന്റെ പാർട്ടിയുടെ ആൾക്കാർ, പ്രവർത്തകരൊക്കെ കൂടുതൽ വിജിലന്റ് ആവും.
അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ഈ ഇലക്ഷനെ നിരീക്ഷിക്കും. അപ്പോൾ അത് ഞങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ ഈ വോട്ട് ചോരി ആരോപണം ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത് സത്യമാണ്, അതിന് തെളിവുകൾ ഞങ്ങൾ പുറത്തുവിട്ടല്ലോ, ശ്രീ രാഹുൽ ഗാന്ധി അടക്കം. അപ്പോ ആ പണി അവിടെ ഇനി നടക്കില്ല, ബീഹാറിൽ നടക്കില്ല. ഇനി BJP സാധാരണ ചെയ്തുകൊണ്ടിരുന്ന പണി വോട്ട് മോഷ്ടിക്കുക എന്നുള്ളതാണ്. ആ പണി ഇനി ബീഹാറിൽ നടക്കില്ല. അങ്ങനെ നടക്കാതിരിക്കുമ്പോൾ ഒരു ജെനുവിൻ ഇലക്ഷൻ അത് ബീഹാറിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജെനുവിൻ ഇലക്ഷൻ ഉണ്ടായാൽ സ്വാഭാവികമായും പിന്നെയുള്ള BJPയുടെ സാധ്യത ഒരു തൂക്ക് സർക്കാർ വരിക, അല്ലെങ്കിൽ ഒരു സ്വിംഗ് സ്വീറ്റ് ഷെയർ ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടിടത്ത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്നോ ലല്ലു പ്രസാദിന്റെ കൂട്ടത്തിൽ നിന്നോ ഒക്കെ ആരെങ്കിലും ചക്കിട്ട് പിടിക്കുക, റിസോർട്ട് രാഷ്ട്രീയം കളിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ തവണ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലും കോൺഗ്രസ് ആ വിജിലൻസ് പുലർത്തുന്നുണ്ട്, ആ ഒരു ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഏതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മരിക്കാൻ വരെ തയ്യാറാവുന്ന കണക്കിനുള്ള നേതാക്കന്മാരെയാണ് ഇത്തവണ ഞങ്ങൾ മത്സരിപ്പിക്കുക. ലല്ലു പ്രസാദിന്റെ പാർട്ടി അത് തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ വോട്ട് ചോരിയുടെ ആരോപണം BJPക്കെതിരെ ഉന്നയിക്കുമ്പോൾ നമുക്ക് ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമായിരുന്നു, അന്ന് ഈ ഒരു ഇലക്ഷൻ സമയത്ത് BJP വിജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് ചോരി നടത്തിയ അല്ലെങ്കിൽ കള്ളവോട്ട് ഉപയോഗിച്ചിരുന്ന ആളുകൾ ഉണ്ടായപ്പോൾ ആ സമയത്ത് പ്രതിപക്ഷം എവിടെയായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് കോൺഗ്രസ് ആണെങ്കിൽ മറ്റു മുന്നണികളൊക്കെ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം കൂടെ നിലനിൽക്കുകയാണ്. തീർച്ചയായും അതാണല്ലോ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളിലും പാർട്ടി കേഡർമാർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന വിശ്വാസമൊന്നും എനിക്കില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ സംവിധാനമാണ്, അതൊരു ജനക്കൂട്ടമാണ് എല്ലാ കാലത്തും. അത് ഒരു കൈയടിച്ചാൽ വരുന്ന ജനക്കൂട്ടമാണ്, അല്ലാതെ ഹാർഡ് കോർ പാർട്ടി വർക്കേഴ്സിന്റെ ഒരു കേഡർ പാർട്ടി അല്ല കോൺഗ്രസ്, BJPയെ പോലെ CPM-നെ പോലെ. അപ്പോൾ ഞങ്ങൾക്ക് ചില ഇടത്ത് സംഘടനാ ദൗർലഭ്യമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അവിടെ ചിലപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇനി ഞങ്ങൾ ഇലക്ട്രോണിക് റീഡബിൾ ഡേറ്റ സർക്കാരിനോടും ഇലക്ഷൻ കമ്മീഷനോടും ചോദിച്ചല്ലോ, തന്നില്ലല്ലോ. തന്നത് എന്താണ്? ഏതാണ് ഈ പറയുന്നത് വലിയ ലോറിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കണക്കിനുള്ള പേപ്പർ കെട്ടാണ് തന്നത്. അത് പഠിച്ചെടുക്കാൻ 6 മാസം എടുക്കേണ്ടി വന്നു. ഞങ്ങളത് വളരെ കൃത്യമായി എത്രയോ പ്രവർത്തകരെയും എത്രയോ എക്സ്പേർട്ടുകളെ വെച്ചാണ് അത് പഠിച്ചത്. അപ്പോൾ അതിന് 6 മാസത്തിനുള്ളിൽ അത് പഠിച്ചു, ഞങ്ങളത് കൃത്യമായി സൂചിപ്പിച്ചു. നോക്കാം. ഇനി മറ്റൊരു കാര്യം കൂടി, എന്താണ് ഇന്ത്യയുടെ നിയമം പറയുന്നത്? ഇപ്പൊ ഹർഷ മത്സരിക്കുന്നു, ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്, അങ്ങനെ മത്സരിക്കാമല്ലോ. അപ്പൊ അങ്ങ് മത്സരിക്കുമ്പോൾ അങ്ങനെ കൂടാൻ ആളില്ല, അങ്ങക്ക് ബൂത്തിൽ ഇരിക്കാൻ ആളില്ല, അങ്ങ് ഒറ്റയ്ക്കാണല്ലോ ഉള്ളത്, അല്ലെങ്കിൽ വേറെ 2 പേർ സപ്പോർട്ടേഴ്സും കാണും. പക്ഷേ അങ്ങ് ആവശ്യപ്പെട്ടാൽ പോലും, ആ ഇലക്ഷനിൽ അങ്ങൊരു സംശയം ഉന്നയിച്ചാൽ പോലും അത് ധ്രുവീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ആ ഇലക്ഷൻ കമ്മീഷനാണ് നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല, നിങ്ങൾ അഫിഡവിറ്റ് തരൂ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി അടക്കം ഭീഷണിപ്പെടുത്താൻ, പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ BJP പ്രതിനിധി രാഹുൽ ഗാന്ധിയുടെ ഇടനെഞ്ചിൽ കുണ്ട വീഴുമെന്ന കണക്കിനൊക്കെ സംസാരിക്കുന്നത്. അത് അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അവർ ഈ രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ച ജീവിതത്തെ പറ്റി ഒന്നും ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇന്ദിരാഗാന്ധി അവരുടെ അടിവയറ്റിലേക്ക് ഈ പറയുന്ന വെടിയുണ്ടകൾ വന്ന് വീഴുമ്പോഴും ഈ രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡതയും പുലർത്താൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി നിലനിന്ന ആളാണ് ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ മരണം കണ്ട് വിറങ്ങലിക്കാതെ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ഇതേ ഐക്യവും അഖണ്ഡതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൃത്യമായ സ്റ്റാൻഡ് എടുത്തതിന്റെ പേരിൽ ശ്രീപെരുമ്പത്തൂരിൽ ചിഹ്നിച്ചെറിയ ആളാണ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി അവിടെ ചിഹ്നിച്ചെറിയ അവസാനം ചാരം പോലും എടുത്തു വെക്കാനില്ലായിരുന്നു ഓർമ്മയായിട്ട്. ആ ചിതയുടെ മുമ്പിൽ നിന്ന് ഒരു കണ്ണീര് ഇറ്റ് വീട് പോലും ഈ രാജ്യം കരയരുത് എന്ന് തീരുമാനമെടുത്ത ആളാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അടക്കമുള്ളവർ. അവരെയാണ് ഈ പ്രിന്റു മഹാദേവനെ പോലെയൊക്കെയുള്ള എഹ്റാൻ മൂളികൾ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് രക്തസാക്ഷിത്വം ആ കുടുംബത്തിന്റെ ഒരു ബ്രാൻഡ് മാർക്കാണ് എന്ന് വേണം നമുക്ക് പറയാം. ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നത് അഭിമാനമായി കാണുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്താനാണ് പ്രിന്റുവിനെ പോലുള്ള ചില ഏതാ പറയുന്നത് BJPയുടെ ലോ ലെവൽ ലീഡേഴ്സ് ശ്രമിക്കുന്നത്. അതൊക്കെ എട്ടായി മടക്കി അട്ടത്ത് വെക്കുന്നതായിരുന്നു നല്ലത് എന്ന വിശ്വാസമാണ് ഞാൻ.